ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ചക്കേൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് ചക്കേൻ്റെ ചവണി വെച്ചിട്ട് ഒരു അടിപൊളി മിക്സറാണ് ഉണ്ടാക്കാൻ പോണത്. കൂടുതൽ പ്രൊസീജിയറൊന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സ്ചറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചക്ക മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ചക്ക ചവണി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചക്ക ചവണി നമ്മൾ എടുക്കുമ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിൽ ചക്കേൻ്റെ പശ ഒക്കെ ഉണ്ടാവും, അതൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി ഞാനിവിടെ ചവണി എടുത്തിട്ടുണ്ട്. ചക്കേൻ്റെ ചവണി മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ മിക്സ്ചർ ഉണ്ടാക്കാൻ പോണത്. ബാക്കി ചക്കേൻ്റെ ഒരു പാർട്ടും എടുക്കണില്ല. ഇനിയിപ്പോൾ നമുക്ക് ചക്ക മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് കാണാം. ഏറ്റവും മുമ്പ് ഞാനിവിടെ കരിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 6 വെളുത്തുള്ളി അതും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൽ വറുത്ത് ഇടേണ്ടത് അവൽ, അതും ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കപ്പലണ്ടി, അതും ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്യൂസ്, അതും കൂടി നമുക്ക് മിക്സറിലേക്ക് വറുത്ത് ചേർക്കാം. ചക്ക ചവണി പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഏറ്റവും മുമ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മളുടെ ചക്ക ചവണി ഇട്ട് കൊടുക്കാം. ചക്ക ചവണി ഇടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക, ഇത് കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ ചവണി ഇട്ട് കൊടുക്കുമ്പോൾ കൈ കുറച്ച് ദൂരത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുക്കും നമുക്ക് ഇത് വറുത്ത് വരാൻ വേണ്ടിയിട്ട്. ചക്ക ചവണിയല്ലേ, ഒരു 10 മിനിറ്റ് എന്തായാലും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാലാണ് ഇത് ഒന്ന് വാടി വരുള്ളൂ. ചക്ക ചവണി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മാത്രം നമുക്ക് കുറച്ച് സമയം എടുക്കുള്ളൂ. ബാക്കിയൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചക്ക ഒരു 50% വാടി വന്നിട്ടുണ്ട്. നമുക്കൊരു ബ്രൗൺ കളർ ആവുമ്പോഴാണ് ഇതിനെ എടുക്കേണ്ടത്. ഒരു 5 മിനിറ്റും കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നടുവിൽ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ താഴെയുള്ള ചക്ക മൊത്തം കരിഞ്ഞു പോവും. ആ കാരണത്തോണ്ട് നടുവിൽ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ ചവണി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള വേവ്. ഇങ്ങനെ വേണം നമുക്ക് വറുത്ത് കോരി എടുക്കാൻ വേണ്ടി. ഇങ്ങനെ ബ്രൗൺ കളർ ആവുമ്പോഴാണ് ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ബാച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചക്ക മിക്സ്ചർ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ ഒരിക്കലും ചക്ക ചവണി വേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് കളയില്ല, അല്ലെങ്കിൽ പശുക്ക് ഇട്ട് കൊടുക്കില്ല. എന്തായാലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചറാണ്. പെട്ടെന്ന് തീരും. നമ്മൾ ഒരു മാസത്തേക്ക് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇത് ഒരു ആഴ്ചയിൽ തന്നെ ഇത് തീർക്കും. അത്രയ്ക്ക് ടേസ്റ്റിയുള്ള ഒരു മിക്സ്ചറാണ്. അപ്പം ഞാൻ സെക്കൻഡ് ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു 50% വേവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നന്നായി ക്രിസ്പിയായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇനിയിപ്പോൾ എടുത്തിട്ട് കോരി മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എണ്ണയിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഫ്രൈ ചെയ്യാം. ഏറ്റവും മുമ്പ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി. നമ്മൾ ഉരലിലിട്ട് ഒരു ഇടി കൊടുത്താൽ മതി. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് ക്രഷായി വരും. തൊലിൻ്റെ കൂടെ തന്നെ വേണം നമ്മൾ ഇത് ചതച്ചെടുക്കാൻ വേണ്ടി. വല്ലാണ്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ തന്നെ നമുക്ക് ഇത് കോരി മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതും ഇവിടെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വറുത്ത് കോരി എടുക്കാൻ വേണ്ടി ഏറ്റവും മുമ്പ് നമുക്ക് എണ്ണയിൽ ഒരു അരിപ്പ വയ്ക്കാം. അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന
കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ക്രിസ്പി ആയി വരുന്ന വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ കറിവേപ്പിലയും ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളുടെ നെക്സ്റ്റ് ഐറ്റം കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് അത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മളുടെ കടലപ്പരിപ്പും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതൽ ഫ്രൈ ചെയ്യരുത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പം നമ്മളുടെ കടലപ്പരിപ്പും നമുക്ക് മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അവല് വറുത്ത് കോരിയെടുക്കാം. അവലും നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളത് കോരി എടുക്കാൻ വേണ്ടി. നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സൈഡിലുള്ള അവല് വറുത്ത് കിട്ടൂല. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവലും കൂടി മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി അതും കൂടി ഫ്രൈ ചെയ്തിട്ട് വേണം മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. കപ്പലണ്ടിയും നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പം നമ്മളുടെ കപ്പലണ്ടി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ഐറ്റം അതാണ് കാഷ്യൂസ്. അതും കൂടി ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂസ് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിനെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കാഷ്യൂസും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും മുമ്പ് ഞാനിവിടെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പ്, നിങ്ങളുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. ചില്ലി പൗഡർ നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സറൊക്കെ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അത് നമ്മുടെ കയ്യിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. കൈയൊക്കെ നന്നായിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിൽ ഫംഗസ് വരും. പിന്നെ നമ്മൾ ഇത് ഇട്ട് വെക്കുന്ന ബോക്സ് ആയാലും അതിലും ഒട്ടും വെള്ളം ഉണ്ടാവരുത്. നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വേണം നമ്മൾ ആ ബോക്സിലേക്ക് ഈ മിക്സ്ചർ ഇട്ട് കൊടുക്കാൻ വേണ്ടി. നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ മേളിൽ നിന്ന് ഇട്ടിരിക്കുന്ന കായപ്പൊടിയും പിന്നെ ഉപ്പും മുളക് പൊടിയും എല്ലാ ഭാഗത്ത് മിക്സ്ചറിൻ്റെ എല്ലാ ഭാഗത്തും അത് ആയിക്കോളും. ഈ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് 1 മാസം എന്തായാലും ഉണ്ടാവുമെന്ന്. 1 ആഴ്ച മതി ഈ മിക്സ്ചർ തീർക്കാൻ വേണ്ടി. അത്രയ്ക്ക് ടേസ്റ്റുള്ള മിക്സ്ചറാണ്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിക്കോളോ. 4 മണി ചായയ്ക്ക് വേണ്ടിയിട്ട് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ചറാണ് ഇത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.